നമസ്കാരം. എൻ്റെ പേര് അമ്പിളി. ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് 1ാം വർഷം. എല്ലാ പഠിതാക്കളെയും ലേൺ വിത്ത് അമ്പിളി എന്ന എൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കാനായി പോകുന്നത് ഒരു കാവ്യമാണ്. പേര് സഭാപ്രവേശം. സഭയിലേക്കുള്ള പ്രവേശം. കവിത തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആ കാവ്യം എഴുതിയ കവിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. നമുക്കെല്ലാം സുപരിചിതനാണ് അദ്ദേഹം. പ്രാചീന കവിത്രയം. ത്രയം എന്നാൽ 3 എന്നർത്ഥം. പ്രാചീന കവിത്രയം 3 കവികളാണ്. ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ. അതിൽ 18ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കുഞ്ചൻ നമ്പ്യാർ എഴുതിയ സഭാപ്രവേശം പറയൻതുള്ളലിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനായിട്ട് നൽകിയിട്ടുള്ളത്. മലയാളത്തിലെ ജനകീയ കവി എന്ന് നമുക്ക് കുഞ്ചൻ നമ്പ്യാരെ വിശേഷിപ്പിക്കാം. കൂടാതെ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നും അദ്ദേഹത്തെക്കുറിച്ച് പറയാം. തുള്ളലിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ഒരു ഐതിഹ്യമുണ്ട്. നിങ്ങളത് കേട്ടിട്ടുണ്ടാകാം. എങ്കിലും ഞാനിവിടെ ഒന്ന് ചെറുതായി സൂചിപ്പിക്കാം. പണ്ട് കാലത്ത് ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് നടത്തിയിരുന്ന ഒരു കലയായിരുന്നു ചാക്യാർ കൂത്ത്. ഇന്നും ക്ഷേത്ര ഉത്സവങ്ങളിലൊക്കെ ചാക്യാർ കൂത്ത് അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ചാക്യാർ വന്ന് കഥ പറയും. പുരാണത്തിലെ കഥകളാണ് പറയുക. ചാക്യാരുടെ പുറകിലായിട്ട് മിഴാവ് കൊട്ടുന്ന ജോലിയാണ് നമ്മുടെ നമ്പ്യാർക്ക് ഉണ്ടായിരുന്നത്. മിഴാവ് കണ്ടിട്ടുണ്ടോ? ചെറിയ വായുള്ള വലിയ കുടം. അങ്ങനെ ഒരു ദിവസം ചാക്യാർ കൂത്തു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്പ്യാർ അറിയാതെ ഉറങ്ങിപ്പോയി. മിഴാവിന്റെ ശബ്ദം കേൾക്കാതെ വന്നപ്പോൾ ചാക്യാർ തിരിഞ്ഞു നോക്കി. അപ്പോൾ കണ്ടതെന്താണ്? നമ്മുടെ നമ്പ്യാർ ഉറങ്ങുന്നത്. ചാക്യാർക്ക് ദേഷ്യമായി. അവിടെ വെച്ച് തന്നെ കണക്കറ്റങ്ങ് ശകാരിച്ചു. കൂത്തു കേൾക്കാൻ വന്ന് ഇരിക്കുന്ന അനേകം ആളുകളുണ്ട്. അവരുടെ എല്ലാം സാക്ഷ്യത്തിലാണ് നമ്മുടെ നമ്പ്യാരെ ചാക്യാർ ശകാരിക്കുന്നത്. ആകെ നാണക്കേടായി. നമ്മുടെ നമ്പ്യാർക്ക് വലിയ വിഷമമായി. അദ്ദേഹം അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി. പതിവ് പോലെ ചാക്യാർ കൂത്ത് പറയുകയാണ്. കൂത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് കുറച്ചു ദൂരെ വലിയ ശബ്ദഘോഷങ്ങൾ കേൾക്കുന്നു. ചാട്ടവും തുള്ളലും പാട്ടും ഒക്കെയായിട്ട്. കൂത്ത് കേൾക്കാൻ വന്നിരുന്ന ആളുകളെല്ലാം നോക്കി. അവർ ഇതുവരെ കാണാത്ത ഒരു കാര്യം. കൂത്ത് കേട്ട് 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 മടുത്തിരുന്ന ആ ജനങ്ങളെല്ലാം കൂട്ടത്തോടെ അങ്ങോട്ട് ഓടിപ്പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ നമ്മുടെ നമ്പ്യാർ തുള്ളൽ കളിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികാരം അങ്ങനെയായിരുന്നു. കല്യാണ സൗഗന്ധികം തുള്ളലാണ് അദ്ദേഹം എഴുതി അന്നവിടെ കളിച്ചത്. ഇത് തുള്ളലിനെ കുറിച്ചുള്ള ഒരു ഐതിഹ്യം മാത്രമാണ്. നമുക്ക് വീണ്ടും നമ്മുടെ കവിയിലേക്ക് എത്താം. കവി അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം 18ാം നൂറ്റാണ്ടാണ്. അന്ന് കേരളത്തിൽ സാമൂഹിക പരമായ ഒരുപാട് അനീതികൾ നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ജനങ്ങളെ അതിൽ നിന്നും മോചിപ്പിക്കാനും ജനങ്ങളെ അത് ബോധ്യപ്പെടുത്താനും ഉതകുന്ന വിധത്തിൽ കാവ്യങ്ങൾ എഴുതാൻ നമ്പ്യാർ ശ്രമിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ജനകീയ കവി എന്ന് വിളിക്കുന്നത്. നമ്പ്യാരുടെ തുള്ളൽ. അങ്ങനെ തുള്ളലിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ 3 തരം തുള്ളലാണ് ഉള്ളത്. പറയൻതുള്ളൽ, ശീതങ്കൻ തുള്ളൽ, ഓട്ടൻ തുള്ളൽ. നമ്മുടെ കാവ്യം സഭാപ്രവേശത്തിലേക്ക് ഇനി പോയാലോ? ഇത്രയും നേരം നമ്മൾ കവിയെക്കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. സഭാപ്രവേശം. കൗരവരും പാണ്ഡവരും സഹോദരന്മാരാണെങ്കിലും ബദ്ധ ശത്രുക്കളാണ് അല്ലെ? കൗരവർ തരം കിട്ടുമ്പോഴൊക്കെ പാണ്ഡവരെ ഉപദ്രവിക്കും. അവർക്ക് അർഹതപ്പെട്ട ഒന്നും തന്നെ നൽകുകയുമില്ല. അങ്ങനെ ഒരു ദിവസം പുരാണത്തിലെ വളരെ പ്രസിദ്ധ ശില്പിയായ മയൻ നമ്മുടെ പാണ്ഡവർക്ക് ഇന്ദ്രപ്രസ്ഥം എന്ന അതിമനോഹരമായ ഒരു രാജധാനി നിർമ്മിച്ചു നൽകി. പാണ്ഡവർ അവിടെ സന്തോഷത്തോടെ അങ്ങനെ ജീവിക്കുകയാണ്. ഈ ഇന്ദ്രപ്രസ്ഥത്തിന്റെ വർണ്ണന, അതിന്റെ ഭംഗി മറ്റു പലരിൽ നിന്നും കേട്ടറിഞ്ഞ കൗരവർ
അതൊന്ന് കാണാൻ വേണ്ടിയിട്ട്, അത് ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പുറപ്പെടുന്നു. വലിയ വാദ്യമേളഘോഷങ്ങളോടുകൂടി അണിഞ്ഞൊരുങ്ങി ആനപ്പുറത്ത് വെഞ്ചാമരവും വെൺകൊറ്റ കുടയുമൊക്കെയായിട്ട് ദുര്യോധനനും അനുജന്മാരും അകമ്പടിക്കാരും എല്ലാവരും കൂടി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വരികയാണ്. അവിടെ എത്താറായപ്പോൾ നമ്മുടെ ദുര്യോധനൻ, കൗരവരിൽ ഏറ്റവും മൂത്തവനാണല്ലോ 100 പേരിൽ, ആ ദുര്യോധനൻ തന്റെ അനുജന്മാർക്ക് കുറെ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി വേണം ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ. നമ്മുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനായി മാത്രമാണ് ആ പാണ്ഡവർ അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് വളരെ അപകടങ്ങളിലൊന്നും ചെന്ന് ചാടാതെ ശ്രദ്ധിക്കണം. പിന്നൊരു കാര്യം, ഞാൻ എല്ലാ കാര്യവും വളരെ ഗൗരവത്തോടെ ശ്രദ്ധയോടെ മാത്രം ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യണം. അപ്പോൾ അബദ്ധങ്ങളൊന്നും ഉണ്ടാവുകയില്ല. ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് അവർ ഇന്ദ്രപ്രസ്ഥത്തിൽ ഇതാ എത്തുകയായി. അവിടെ മുതലുള്ള ഭാഗമാണ് നമുക്ക് പഠിക്കാനായി നൽകിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ തന്നിട്ടുള്ള കാവ്യ ഭാഗം ഒന്ന് ചൊല്ലാം. എല്ലാവരും പാഠപുസ്തകം എടുത്ത് ആ വരികളൊന്ന് ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ഇത്തം പറഞ്ഞു സുയോധന വീരൻ, ചിത്തം തെളിഞ്ഞു നടന്നു തുടങ്ങി. ചിത്രപ്പുരത്തിൽ അകത്തു കടന്ന് ചിത്രപ്പണികൾ കണ്ടു നടന്നു. പാണ്ഡവന്മാരും ആ ദ്രൗപദി താനും മണ്ഡപം തന്നിൽ കരേറി പതുക്കെ. മാധവനെയും ബലഭദ്രനെയും മാനിച്ചു വന്നിച്ചവിടെ വസിച്ചു. ദുര്യോധനനും സഹോദരന്മാരും ദൂരത്തു നിന്നു വരുന്നത് കണ്ട് ധർമ്മതനൂജന്റെ മാനസം തന്നിൽ സമ്മോദമേറ്റം വളർന്നു കിളർന്നു. സമ്മാനത്തിനുള്ള വട്ടങ്ങൾ കൂട്ടി സന്തോഷമോടെ വസിക്കുന്ന നേരം ദിവ്യസഭ തന്നിൽ വന്നു കരേറി ഭവ്യനായുള്ള സുയോധന ഭൂപൻ. വെള്ള സ്ഫടിക സ്ഥലങ്ങളിലെല്ലാം വെള്ളമുണ്ടെന്നൊരു ശങ്ക തുടങ്ങി. ഉള്ളിൽ വിളങ്ങുന്ന രത്നങ്ങൾ കണ്ടാൽ തള്ളി അലയ്ക്കുന്ന നീരെന്നു തോന്നും. നീരുള്ള ദിക്കെന്നുറച്ചു പതുക്കെ നീന്തുവാനുള്ളൊരു വട്ടങ്ങൾ കൂട്ടി. വീരാളിപ്പട്ടും ഉരച്ചു കയറ്റി വീരൻ പതുക്കെ പദം കൊണ്ടു തപ്പി. പിമ്പിൽ നടക്കുന്ന തമ്പിമാരെല്ലാം മുമ്പിൽ നടക്കുന്ന ചേട്ടനെ പോലെ ചന്തത്തിലുള്ളൊരു പട്ടുമുയർത്തി. ചന്തത്തിലുള്ളൊരു പട്ടും ഉയർത്തി കുന്തിച്ചു കുന്തിച്ചു യാത്ര തുടങ്ങി. അപ്രദേശങ്ങൾ പതുക്കെ കടന്നു അഗ്രഭാഗത്തിങ്കൽ ചെന്നൂരു നേരം പച്ച നിറമുള്ള രത്നങ്ങളാലേ മെച്ചത്തിൽ കെട്ടി പടുത്തു വിളങ്ങും. നീരാഴമുള്ളൊരു നീരാഴി തൻ്റെ തീരത്തു ചെന്നു കരേറി നരേന്ദ്രൻ. ജലമേന്തി നിൽക്കുന്നൊരാറ്റിൻ്റെ മധ്യേ ജലമില്ലെന്നുള്ളത്തിൽ ഓർത്തു പതുക്കെ നലമോടു പൊണ്ണൻ കുതിച്ചങ്ങു ചാടി നിലവിട്ടു വെള്ളത്തിൽ വീണാശു മുങ്ങി. പുഴുകും കളഭവും ചാന്തും കുറിയും കഴുകി ജലത്തിൽ കിടന്നങ്ങുഴച്ചു. മുഴുകിയും പൊങ്ങിയും അങ്ങൊരു ദിക്കിൽ ഒഴുകിത്തിരിഞ്ഞു തനിച്ചൊരു വീരൻ. വെള്ളം കുടിച്ചും കിതച്ചും പതച്ചും ഉള്ളം ചൊടിച്ചും ഉരുണ്ടും പിരണ്ടും തള്ളി അലച്ചും വിറച്ചും വിയച്ചും തള്ളിപ്പിടിച്ചും മറിഞ്ഞും തിരിഞ്ഞും പാരം വലഞ്ഞു പതുക്കെ പതുക്കെ തീരമണഞ്ഞൊരു ദിക്കിൽ കരേറി. കണ്ടു വസിക്കും മൃഗോദരനപ്പോൾ 2 കരങ്ങളും കൊട്ടിച്ചിരിച്ചു. പണ്ടു നീ
നമ്മെ കയർ കൊണ്ടു കെട്ടി കൊണ്ടു കയത്തിൽ പിടിച്ചു മറിച്ചു. അങ്ങനെ ചെയ്തൊരു ദുര്യോധന, നീ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിയിട വേണം. തങ്ങൾ ചെയ്തിടും ദുരാചാരമെല്ലാം തങ്ങൾക്കു തന്നെ ഭവിച്ചിടുമല്ലോ. തങ്ങൾ ചെയ്തിടും ദുരാചാരമെല്ലാം തങ്ങൾക്കു തന്നെ ഭവിച്ചിടുമല്ലോ. ശൃംഗാരമോടിയും കൂട്ടിക്കൊണ്ടയ്യോ ചെങ്ങാതി വന്നെൻ്റെ നീരാഴി തന്നിൽ മുങ്ങാനവകാശം വന്നതും കൊള്ളാം. നിന്നിപ്പോൾ എവിടേക്കു വന്നു? നിങ്ങളുടെ രാജ്യത്തിൽ വെള്ളം കുടിപ്പാൻ എങ്ങും ഒരിടത്തും ഇല്ലായ്ക കൊണ്ടോ? ഞങ്ങളുടെ നാട്ടിലെ തോട്ടിലെ വെള്ളം അങ്ങുള്ള വെള്ളത്തേക്കാൾ ഗുണമെന്നോ? ഇത്തമോരോ പരിഹാസം പറഞ്ഞു ഭീമസേനൻ താൻ ഹസ്തസംഘട്ടനത്തോടെ ഹസിച്ചിങ്ങു രസിക്കുന്നു. മാനിനിമാർ മണിയാളാം ദ്രൗപദിയും കരം കൊണ്ടങ്ങാനനത്തെ മറച്ചാശു മന്ദഹാസം ചെയ്തുമെല്ലെ. നാണവും കോപവും പാരം വൈരവും മാനസം തന്നിൽ ക്ഷീണവും ദൈന്യവും പൂണ്ടു നാഗകേതു മഹാരാജൻ. പ്രാണനാശത്തിനേക്കാളും സങ്കടം ഈ പരിഹാസം പ്രാണികൾക്കു സഹിക്കാവൊന്നല്ല. ഹാഹാ മഹാകഷ്ടം. കെട്ടിഞ്ഞാത്തി ഉടുത്തോരു പട്ടുമെല്ലാം ഇട്ടുമുക്കി മുട്ടുകുത്തി മുഖം താഴ്ത്തി തോട്ടിൽ നിന്നു കരകേറി. കൂട്ടമോടെ വസിക്കുന്നോരനുജന്മാർക്കു തൻ മുഞ്ഞി കാട്ടുവാനും എളുതല്ല ലജ്ജ കൊണ്ടും ആധി കൊണ്ടും. ഇപ്രകാരം വിഷാദിച്ചു ധാർത്തരാഷ്ട്രൻ. തമ്പിമാരും ക്ഷിപ്രമങ്ങു ഗമിപ്പാനായി ഒരുമ്പെട്ടു പുറപ്പെട്ടു. കവിതാഭാഗം ചൊല്ലിയത് എല്ലാവരും കേട്ടല്ലോ. നമുക്കിനി കവിതയുടെ ആശയം, അർത്ഥം അതിലേക്കൊന്ന് പോകാം. ഇതാ: ഇത്തം പറഞ്ഞ് സുയോധന വീരൻ ചിത്തം തെളിഞ്ഞ് നടന്നു തുടങ്ങി. ഇത്തം, ഇപ്രകാരം. പറഞ്ഞതെല്ലാം ഞാനിപ്പോൾ പറഞ്ഞു തന്നല്ലോ. അബദ്ധത്തിലൊന്നും ചെന്ന് ചാടരുത്, വളരെ ശ്രദ്ധയോടെ വേണം ഓരോ കാഴ്ചവടും വെക്കാൻ എന്നൊക്കെ അനുജന്മാർക്ക് നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തിട്ട്, ഇത്തം ഇപ്രകാരം നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് ആ സുയോധന വീരൻ നമ്പ്യാർ ഇവിടെ സുയോധനനെ, ദുര്യോധനൻ തന്നെയാണ് സുയോധനനും, രണ്ടു പേരിലും അദ്ദേഹം അറിയപ്പെടുന്നു. ആ വീരൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് നോക്കൂ, വീരൻ എന്നാണ്. ആ വീരൻ ചിത്തം തെളിഞ്ഞ് നടന്നു തുടങ്ങി. ചിത്തം മനസ്സ്, മനസ്സങ്ങനെ തെളിഞ്ഞ് നടക്കുകയാണ്. നടന്ന് എവിടെ ചെന്നു? ഇന്ദ്രപ്രസ്ഥത്തിലെ ചിത്രപ്പുരത്തിൽ അകത്തു കടന്നു. ചിത്രപ്പണികൾ കണ്ടു നടന്നു. അവരാ രാജധാനിയുടെ അകത്തേക്ക് കടന്നപ്പോൾ അവിടെ നിറയെ ചിത്രങ്ങൾ വച്ചിരിക്കുന്ന ഒരു മുറി, ഗാലറി എന്ന് പറയുമല്ലോ, ചിത്ര ഗാലറി. അങ്ങനെയുള്ള ഒരു വലിയ മുറിയിലേക്കാണ് അവർ കടന്നത്. അവിടെയുള്ള ചിത്രങ്ങൾ മാത്രമല്ല, ഒരുപക്ഷെ നല്ല ശില്പങ്ങളും കൊത്തുപണികളും ഒക്കെ ഉണ്ടായിരിക്കാം. അതൊക്കെ കണ്ട്, ആ ചിത്രപ്പണികളൊക്കെ കണ്ട് അവരങ്ങനെ പതുക്കെ നടക്കുകയാണ്. ഏറ്റവും മുമ്പിലായിട്ട് നമ്മുടെ സുയോധനൻ, പുറകിൽ 99 സഹോദരന്മാരും. ഈ സമയത്ത് പാണ്ഡവർ എവിടെയാണ്? ആ കൊട്ടാരത്തിൽ. അവർ പാണ്ഡവന്മാരും ആ ദ്രൗപദി താനും മണ്ഡപം തന്നിൽ കരേറി പതുക്കെ. പാണ്ഡവർ 5 പേരും അവരുടെ ഭാര്യയായ ദ്രൗപദിയും ആ കൊട്ടാരത്തിലെ മണ്ഡപത്തിൽ പതുക്കെ കയറി അവിടെ ഇരിക്കുന്ന മാധവനെയും ബലഭദ്രനെയും മാനിച്ചു വന്ദിച്ചു, അവിടെ വസിച്ചു. ആ മണ്ഡപത്തിൽ ഇരിക്കുന്ന മാധവൻ ശ്രീകൃഷ്ണനെയും ബലഭദ്രനെയും വന്ദിച്ച് അവരവിടെ വസിക്കുകയാണ്, ഇരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ ദുര്യോധനാദികൾ അങ്ങോട്ട് നടന്നു ചെല്ലുന്നത്. അവരവിടെ ഇരിക്കുമ്പോൾ ദുര്യോധനനും സഹോദരന്മാരും ദൂരത്തു നിന്ന് വരുന്നത് കണ്ട് ധർമ്മതനൂജന്റെ മാനസം തന്നിൽ സമ്മോദമേറ്റം വളർന്നു കിളർന്നു.
അവരവിടെ എങ്ങനെ ഇരിക്കുമ്പോൾ, ആ മണ്ഡപത്തിൽ ഇരിക്കുമ്പോൾ ദൂരെ നിന്നും ദുര്യോധനനും സഹോദരന്മാരുമെല്ലാം നടന്നു വരുന്നത് കണ്ടു. അങ്ങനെ നടന്നു വരുന്നത് കണ്ടപ്പോൾ പാണ്ഡവരിൽ ഏറ്റവും മൂത്ത ആൾ ധർമ്മതനൂജൻ, ധർമ്മപുത്രർ യുധിഷ്ഠിരൻ, അദ്ദേഹത്തിന്റെ ഉള്ളിൽ വളരെ സന്തോഷമുണ്ടായി. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കൂ, തങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചവരാണ് കൗരവർ. അവസരം കിട്ടുമ്പോഴൊക്കെ ദ്രോഹിച്ചിട്ടേയുള്ളൂ. പക്ഷേ സ്വന്തം കൊട്ടാരത്തിലേക്ക് തങ്ങളെ ദ്രോഹിച്ചവരായിട്ട് കൂടി അവർ വരുന്നത് കണ്ടപ്പോൾ ആ ധർമ്മതനൂജന്റെ മനസ്സിൽ ദേഷ്യമല്ല, മറിച്ച് സന്തോഷമാണ് ഉണ്ടായത്. ഒരു നല്ല മനസ്സിന്റെ ഉടമയാണ് യുധിഷ്ഠിരൻ എന്ന് നമുക്ക് വ്യക്തമാകുന്നു. അദ്ദേഹം എന്നിട്ട് വെറുതെ ഇരുന്നില്ല. വരുന്ന ആളുകൾ അവർക്ക് വേണ്ട സമ്മാനത്തിനുള്ള വട്ടങ്ങൾ കൂട്ടി സന്തോഷമോടെ വസിക്കുന്ന നേരം സമ്മാനം അവരെ വേണ്ട വിധത്തില് അവർ കൊട്ടാരത്തിലേക്ക് വരികയാണല്ലോ, വിരുന്നു വരികയാണല്ലോ. അവർക്ക് വേണ്ട ഭക്ഷണം, അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി അങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് ദിവ്യസഭ തന്നിൽ വന്നു കരേറി ഭവ്യനായുള്ള സുയോധന ഭൂപൻ. ആ ദിവ്യസഭയില്, ഇന്ദ്രപ്രസ്ഥത്തില് നമ്മുടെ സുയോധനൻ ഭവ്യനായുള്ള, കവി വളരെ നല്ല രീതിയിൽ തന്നെയാണ് ദുര്യോധനനെ വിശേഷിപ്പിക്കുന്ന ഭവ്യൻ, ശ്രേഷ്ഠൻ, ഭവ്യനായുള്ള ആ സുയോധന രാജാവ് ഭൂപൻ അവിടെ വന്നു കരേറി. ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്ന പൂരം. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാ, വെള്ളസ്ഫടിക സ്ഥലങ്ങളിലെല്ലാം വെള്ളമുണ്ടെന്നൊരു ശങ്ക തുടങ്ങി. ദുര്യോധനനാണല്ലോ ഏറ്റവും മുമ്പിൽ. അദ്ദേഹം ഇങ്ങനെ വന്നപ്പോൾ അവിടെയെല്ലാം തറയിലെ വെള്ളസ്ഫടികം പാകിയിരിക്കുന്നു. വെളുത്ത നിറത്തിലുള്ള കണ്ണാടി ചില്ലു പോലെയുള്ള വെള്ളസ്ഫടികം. ആ സ്ഥലങ്ങളിൽ എത്തിയപ്പോൾ ദുര്യോധനന്റെ ഉള്ളിൽ ഒരു ശങ്കയാണ്, ഒരു സംശയം. അവിടെയെല്ലാം വെള്ളമുണ്ടോ എന്ന്. കണ്ടാൽ വെള്ളമുള്ളതുപോലെ തന്നെ തോന്നും, കാരണം അവിടെ പാകിയിരിക്കുന്നത് വെള്ള സ്ഫടികങ്ങളാണ്. ആ സ്ഫടികത്തിന്റെ ഉള്ളിൽ വിളങ്ങുന്ന രത്നങ്ങൾ കണ്ടാൽ തള്ളിയലയ്ക്കുന്ന നീരെന്നു തോന്നും. ദുര്യോധനനെ കുറ്റം പറയാൻ സാധിക്കില്ല, കാരണം ആർക്കായാലും അവിടെ വെള്ളമുണ്ടെന്ന് തന്നെ തോന്നും. സ്ഫടികം പാകിയിരിക്കുന്നതിന്റെ ഉള്ളില് രത്നങ്ങൾ പാകിയിട്ടുണ്ട്. ആ രത്നങ്ങൾ പാകിയിരിക്കുന്നത് കണ്ടാൽ വെള്ളം ഇങ്ങനെ ഓളം തല്ലുന്നത് പോലെ തോന്നും. വെള്ളം കണ്ടാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ നടന്നു പോകുമ്പോൾ കുറച്ച് വെള്ളത്തിലൂടെ കടന്നു പോകണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ വസ്ത്രം നമ്മൾ ഒന്ന് നനയാതെ ഉയർത്തിപ്പിടിക്കും, അല്ലെ? ഏതൊരാളും ചെയ്യുന്ന ഒരു കാര്യമാണത്. ഇവിടെ നമ്മുടെ ദുര്യോധനനും അപ്രകാരം പ്രവർത്തിക്കുന്നു. നീരുള്ള ദിക്കെന്ന് ഉറച്ചു പതുക്കെ നീന്തുവാനുള്ളൊരു വട്ടങ്ങൾ കൂട്ടി. ഉറപ്പായി അവിടെ നീരുണ്ട്, വെള്ളമുണ്ട്. വെള്ളം നല്ല ആഴത്തിലുമാണ്, അതുകൊണ്ട് നടന്നൊന്നും പോകാൻ പറ്റും തോന്നുന്നില്ല. അതുകൊണ്ട് പതുക്കെ ഒന്ന് നീന്താം എന്ന് വിചാരിച്ചു. നീന്തുവാനുള്ള വട്ടങ്ങൾ കൂട്ടി. എന്തൊക്കെയാണ് വട്ടങ്ങൾ? വീരാളിപ്പട്ടും ഉരച്ചു കയറ്റി. വീരാളിപ്പട്ടൊക്കെ ധരിച്ച് തന്റെ പ്രൗഢിയൊക്കെ പാണ്ഡവരെ കാണിക്കത്തക്ക വിധത്തിൽ, ഹസ്തിനപുരത്തിലെ യുവരാജാവാണല്ലോ ദുര്യോധനൻ. അപ്പൊ ആ ഒരു പ്രൗഢിയിലാണ് വന്നിരിക്കുന്നത്. ആ വീരാളിപ്പട്ടൊക്കെ പതുക്കെ അങ്ങോട്ട് മുകളിലേക്ക് ഉരച്ചു കയറ്റി, നനയരുതല്ലോ. എന്നിട്ട് വീരൻ, കവി വീണ്ടും വിശേഷിപ്പിച്ചിരിക്കുന്നു, വീരൻ പതുക്കെ പദം കൊണ്ടു തപ്പി. തന്റെ കാല് കൊണ്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് തപ്പുകയാണ്. വെള്ളമല്ലേ, കുഴിയോ വല്ലതും ഉണ്ടോ എന്നറിയാനായിരിക്കും. ആ വീരൻ പതുക്കെ തന്റെ കാലുകൊണ്ട് ഒന്ന് തപ്പി. ഇപ്പോഴാണല്ലോ രസം. ഇവിടേക്ക് വരുന്നതിന് മുൻപ് ദുര്യോധനൻ തന്റെ അനുജന്മാരോട് എന്താ പറഞ്ഞത്? ഞാൻ എല്ലാം വളരെ ശ്രദ്ധയോടെയാണ് ചെയ്യുക, ഗൗരവമായി തന്നെ എല്ലാം എടുക്കും, ഒരു അബദ്ധവും എനിക്ക് വരികയില്ല. അതുകൊണ്ട് ഞാൻ എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങളും ചെയ്യണം. അങ്ങനെ ചെയ്താൽ യാതൊരു കുഴപ്പവും വരില്ല എന്നൊക്കെ അനുജന്മാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അനുജന്മാരും അനുസരിക്കണ്ടേ? അപ്പൊ ചേട്ടൻ എന്തോ ചെയ്യുന്നു അത് തന്നെ അനുജന്മാരും ചെയ്യുന്നു. ചേട്ടൻ വീരാളിപ്പട്ട് ഉരച്ചു കയറ്റി കാല് പതുക്കെ ഇങ്ങനെ തപ്പി തപ്പി നടക്കുന്നു.
പുറകെ വരുന്ന അനുജന്മാരും എന്ത് ചെയ്തിരിക്കും? അതേപോലെ വീരാളിപ്പട്ടൊക്കെ ഉയർത്തി ചേട്ടൻ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുന്നു. പിമ്പിൽ നടക്കുന്ന തമ്പിമാരെല്ലാം മുമ്പിൽ നടക്കുന്ന ചേട്ടനെ പോലെ ചന്തത്തിലുള്ള ഒരു പട്ടും ഉയർത്തി കുന്തിച്ചു കുന്തിച്ചു യാത്ര തുടങ്ങി. നല്ല രസം അല്ലേ? ചേട്ടനെ പോലെ തന്നെ പുറകിൽ ഇങ്ങനെ കുന്തിച്ച് കുന്തിച്ച് പതുക്കെ ഇങ്ങനെ വളഞ്ഞിട്ട് ആണ് നേരെ നിവർന്നിട്ടല്ല, വെള്ളമാണല്ലോ. അപ്പോ പതുക്കെ ഒന്ന് ഈ അരഭാഗമൊക്കെ ഒന്ന് വളച്ച് കുന്തിച്ച് കുന്തിച്ച് യാത്ര ചെയ്യുന്നു. അവിടെ വെള്ളമുണ്ടോ ആ മുറിയില്? ഇല്ല. അവിടെ വെള്ള സ്ഫടികം പാകിയിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഭംഗിക്ക് വേണ്ടി രത്നങ്ങളും പതിപ്പിച്ചിട്ടുണ്ട്. അത് കണ്ടാൽ വെള്ളമുണ്ടെന്ന് തോന്നുക മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അവിടെ വെള്ളമില്ല. പക്ഷെ നമ്മുടെ ദുര്യോധനാദികൾ ചെയ്തതൊരു അമളി തന്നെയാണ്, വിഡ്ഢിതം തന്നെയാണ്. വെള്ളം ഉണ്ട് എന്ന വിചാരത്തിൽ വെള്ളമുള്ള സ്ഥലത്തുകൂടെ സഞ്ചരിക്കുന്ന വിധം അവരെല്ലാവരും സഞ്ചരിക്കുന്നു. കാണുന്നവർക്ക് എന്താ തോന്നുക? ചിരിക്കാൻ തോന്നും അല്ലെ? അങ്ങനെ അവർ ആ പ്രദേശങ്ങൾ പതുക്കെ കടന്നു. ആ പ്രദേശം വെള്ളസ്ഫടികം പാകിയ പ്രദേശം അവരങ്ങനെ കടന്നു. അതിന്റെ അഗ്രഭാഗത്തിങ്കൽ ചെന്നോരു നേരം, അതിന്റെ അഗ്രഭാഗത്ത് ചെന്നപ്പോൾ അവിടെ മറ്റൊന്നാണ് അവർ കണ്ടത്. എന്താണ്? പച്ച നിറമുള്ള രത്നങ്ങളാലേ മെച്ചത്തിൽ കെട്ടി പടുത്തു വിളങ്ങും. പച്ച നിറമുള്ള രത്നങ്ങൾ കൊണ്ട് നന്നായി കെട്ടി പടുത്തത്. അങ്ങനെ പച്ച നിറത്തിൽ വിളങ്ങുന്ന എവിടെ? നീരാഴമുള്ളൊരു നീരാഴി തന്റെ തീരത്തു ചെന്നു കരേറി നരേന്ദ്രൻ. നല്ല വെള്ളമുള്ള ഒരു നീരാഴി, ഒരു ജലാശയം, അതിങ്ങനെ പച്ച രത്നങ്ങൾ കൊണ്ടൊക്കെ പടുത്ത് കെട്ടിപ്പടുത്തിരിക്കുകയാണ്. അതിന്റെ അഗ്രഭാഗത്ത് നമ്മുടെ നരേന്ദ്രൻ, നമ്മുടെ ദുര്യോധനനും അനുജന്മാരും എത്തി. ഇപ്പൊ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടിയിട്ട് വന്നിരിക്കുകയല്ലേ, അതുകൊണ്ട് ദുര്യോധനന് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അബദ്ധം പറ്റിയല്ലോ എന്നോർത്തിട്ട് ഇനി ഒരു അബദ്ധവും വരരുത് എന്ന് തന്നെ ദുര്യോധനൻ മനസ്സിൽ തീരുമാനിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ നീരാഴമുള്ള വെള്ളമുള്ള ജലാശയത്തിന്റെ അടുത്ത് ചെന്നിട്ട് ദുര്യോധനൻ എന്താ ചെയ്തത്? ഇത്രയും നേരം ചെയ്തതിന്റെ വിപരീതം. നേരെ ജലമേന്തി നിൽക്കുന്നൊരാറ്റിന്റെ മധ്യേ ജലമില്ലെന്നുള്ളത്തിൽ ഓർത്തു പതുക്കെ നലമോട് പൊണ്ണൻ കുതിച്ചങ്ങു ചാടി. അതാണ് അവിടെ സംഭവിച്ചത്. ആ ജലം നിറഞ്ഞു നിൽക്കുന്ന ആ ജലാശയത്തിൽ വെള്ളമില്ല എന്ന വിചാരത്തിൽ ഒരു അമളി പറ്റിയതാണ്. വെള്ളമുണ്ടെന്ന് വിചാരിച്ച് വസ്ത്രമൊക്കെ ഉയർത്തിപ്പിടിച്ച് പദം കൊണ്ട് തപ്പി നടന്നു വന്ന് ആകെ അമളി പറ്റി. ഇനി അത് പറ്റരുത്. പക്ഷെ ഇവിടെ ശരിക്കും ജലാശയമാണ്, വെള്ളമുണ്ട്. അദ്ദേഹം വിചാരിക്കുന്നു വെള്ളമില്ല എന്ന്. അങ്ങനെ ഒരൊറ്റ ചാട്ടം ചാടി. എവിടെ ചെന്ന് വീണിട്ടുണ്ടാവും? കവി പറയുന്നത് നോക്കൂ, നലമോട് പൊണ്ണൻ. ആ പൊണ്ണൻ ആ ജലാശയത്തിലേക്ക് കുതിച്ചങ്ങു ചാടി. എന്നിട്ട് നിലവിട്ടു വെള്ളത്തിൽ വീണാശു മുങ്ങി. നല്ല ആഴമുള്ള വെള്ളമാണ്, അതിലേക്ക് അങ്ങ് മുങ്ങി താണു. തൊട്ടുപിറകെ ആരൊക്കെയുണ്ട്? 99 സഹോദരന്മാരുണ്ട്. ഇത്തവണ സഹോദരന്മാരെന്ത് ചെയ്തു? അവർ ചാടാൻ തയ്യാറായപ്പോഴേക്കും ഈ ചേട്ടൻ വെള്ളത്തിലല്ലേ വീണത്. വെള്ളത്തിൽ വീണ ചേട്ടൻ മുങ്ങിപ്പോകുന്നത് അവര് കണ്ടു. അവർ അല്പം ബുദ്ധി കാണിച്ചു. അവർ ചാടിയില്ല. ആകെ ചാടിയത് നമ്മുടെ മൂത്ത ജ്യേഷ്ഠൻ മാത്രം, ദുര്യോധനൻ മാത്രം. ആ വെള്ളത്തിൽ വീണ് കിടക്കുന്ന നമ്മുടെ ദുര്യോധനന്റെ അവസ്ഥ കവിയൊന്ന് വർണ്ണിച്ചിരിക്കുന്നത് നോക്കൂ. പുഴുകും കളഭവും ചാന്തും കുറിയും കഴുകി ജലത്തിൽ കിടന്നങ്ങൊഴിച്ചു. ശരീരം മുഴുവൻ നല്ല പുഴുക് എന്ന് പറഞ്ഞ ഒരു സുഗന്ധദ്രവ്യം. ആ പുഴുക്, അതുപോലെ കളഭം, ചാന്ത്, കുറി, പാണ്ഡവരുടെ കൊട്ടാരത്തിലേക്ക് വരുന്നതല്ലേ, അണിഞ്ഞൊരുങ്ങിയാണ് വന്നിരിക്കുന്നത്. അതെല്ലാം ഈ ജലാശയത്തിലെ വെള്ളത്തില് അങ്ങ് കുഴഞ്ഞു തീർന്നു. മുഴുകിയും പൊങ്ങിയും അങ്ങൊരു ദിക്കിൽ ഒഴുകിത്തിരിഞ്ഞു തനിച്ചൊരു വീരൻ. ആ വെള്ളത്തില് മുങ്ങിയും പൊങ്ങിയും
അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയോ നീന്തുകയോ കുറച്ചു നേരം മുങ്ങിപ്പോവും, പിന്നെ പൊങ്ങി വരും, പിന്നെ മുങ്ങും പൊങ്ങും. ഇങ്ങനെ ആ വീരൻ ആ വെള്ളത്തില് തനിച്ച്, അനുജന്മാരെല്ലാം ചാടിയോ? ഇല്ല, അവരങ്ങനെ അതൊക്കെ നോക്കി നിൽക്കുകയാണ്. ഇവിടെ തനിച്ചേ ഉള്ളൂ പാവം. അങ്ങനെ തനിച്ചൊരു വീരൻ കഷ്ടപ്പെടുകയാണ്. വെള്ളത്തിൽ വീണാൽ എന്തൊക്കെ ചെയ്യും? വെള്ളം കുടിച്ചും കിതച്ചും പതച്ചും ഉള്ളം ചൊടിച്ചും ഉരുണ്ടും പിരണ്ടും തള്ളി അലച്ചും വിറച്ചും വിയച്ചും തള്ളിപ്പിടിച്ചും അറിഞ്ഞും തിരിഞ്ഞും. എന്തൊരു കഷ്ടം അല്ലേ? വെള്ളത്തിൽ വീഴുന്ന ഒരാളുടെ, പ്രത്യേകിച്ച് നമ്മുടെ ദുര്യോധനന് ഒരുപക്ഷെ നീന്തൽ അറിയില്ലായിരിക്കാം, ആ അങ്ങനെയുള്ള ഒരാളുടെ അവസ്ഥ വളരെയധികം അതേ അവസ്ഥയിൽ തന്നെ കവി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നു. അയാൾ വെള്ളം കുടിക്കുന്നുണ്ട്, അതുപോലെ കിതയ്ക്കുന്നുണ്ട്, പതയ്ക്കുന്നുണ്ട്, വെള്ളത്തിലിട്ട് പതയ്ക്കുന്നുണ്ട്, അതിനിടയിൽ ദേഷ്യവും വരുന്നുണ്ട്, ഉള്ളം ചൊടിച്ചും ദേഷ്യവും വരുന്നുണ്ട്, പിന്നെ ഉരുണ്ടും പിരണ്ടും തള്ളി അലച്ചും വിറച്ചും വിയച്ചും തള്ളിപ്പിടിച്ചും മറിഞ്ഞും തിരിഞ്ഞും പാരം വലഞ്ഞ് പതുക്കെ പതുക്കെ തീരമണഞ്ഞൊരു ദിക്കിൽ കരേറി. കഷ്ടപ്പെട്ടുപോയി, ആരും കൂട്ടിനില്ല. ആ വെള്ളത്തിൽ വീണ നമ്മുടെ വീരനായ സുയോധനൻ കഷ്ടപ്പെട്ട് ഒരു വിധം ആ ജലാശയത്തിന്റെ തീരത്തേക്ക് എത്തി. ഇതെല്ലാം കണ്ടുകൊണ്ട് ദുര്യോധനന്റെ അനുജന്മാർ മാത്രമാണോ അവിടെ ഉള്ളത്? അല്ല, പാണ്ഡവരുമുണ്ട്, ശ്രീകൃഷ്ണനുണ്ട്, ബലഭദ്രനുണ്ട്, ദ്രൗപദിയുണ്ട്. അവരെല്ലാം ഈ കാഴ്ചകൾ കാണുന്നുണ്ട്. നമ്മളാണ് ഈ കാഴ്ച കാണുന്നതെങ്കിലും നമ്മൾ അറിയാതെ ചിരിച്ചു പോകും അല്ലേ? ആ ചിരി ഉണർത്തുന്ന തരത്തിലുള്ള അമളികളാണ്, വിഡ്ഢിതങ്ങളാണ് ദുര്യോധനൻ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. ഇതാ അങ്ങനെ പതുക്കെ കരയിലേക്ക് അടുക്കുന്ന ആ ദുര്യോധനെ കണ്ടിട്ട് കണ്ടു വസിക്കും വൃഗോദരനപ്പോൾ രണ്ട് കരങ്ങളും കൊട്ടിച്ചിരിച്ചു. വൃഗോദരൻ ഭീമസേനൻ. പുള്ളി എങ്ങനെയാ ചിരിച്ചത്? വെറുതെ ചിരിക്കുകയല്ല, രണ്ടു കൈയും കൊട്ടിയാണ് ചിരിച്ചത്. ഹഹഹ എന്നും പറഞ്ഞ്. എന്നിട്ട് പറഞ്ഞു, പണ്ടു നീ നമ്മെ കയർ കൊണ്ട് കെട്ടി കൊണ്ട് കയത്തിൽ പിടിച്ചു മറിച്ചു. പണ്ട് കുട്ടികളായിരുന്ന കാലത്ത് നീ എന്നെ ഒരു കയറ് കൊണ്ട് കെട്ടി ഒരു കയത്തിൽ കൊണ്ടിട്ടു. ഭീമനാണല്ലോ പാണ്ഡവരുടെ ശക്തി. അതുമാത്രമല്ല, പാണ്ഡവരിൽ ഏറ്റവും കൂടുതൽ കുറുമ്പ് കാണിക്കുകയും കൗരവർക്ക് നേരെ പലപ്പോഴും എതിർക്കുകയും ചെയ്ത കുട്ടിയായിരുന്നു ചെറുപ്പത്തിൽ ഭീമൻ. അപ്പൊ ഭീമനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഭക്ഷണത്തിൽ വിഷവും കൂടി കൊടുത്തിട്ടാണ് ഭീമനെ വലിയ ആഴമുള്ള കയത്തിൽ കയറുകൊണ്ട് കെട്ടി കൊണ്ടു ചെന്നിടുന്നത്. തീർച്ചയായിട്ടും ഭീമൻ മരണപ്പെടും എന്ന് തന്നെയായിരുന്നു ദുര്യോധനന്റെ വിശ്വാസം. പക്ഷേ അതിമാനുഷ്യ ശക്തിയുള്ള ഭീമൻ തന്റെ കരുത്തിനാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടു വരികയാണ്. ആ കഥയാണ് ഇവിടെ ഭീമൻ പറയുന്നത്. പണ്ട് നീ എന്നെ കയറുകൊണ്ട് കെട്ടി കയത്തിൽ കൊണ്ടു ചെന്നിട്ടില്ലേ? അങ്ങനെ ചെയ്തൊരു ദുര്യോധന, നീ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിയിട വേണം. അന്ന് നീ എന്നെ വെള്ളത്തിൽ കൊണ്ടിട്ടു, ഇന്ന് നീ അതുപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങിയിട വേണം. എന്നിട്ട് ഒരു പൊതു തത്വത്തിലേക്ക് കവി നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കുന്നു. വളരെ പ്രാധാന്യമുള്ള രണ്ടു വരികൾ. തങ്ങൾ ചെയ്തിടും ദുരാചാരമെല്ലാം തങ്ങൾക്കു തന്നെ ഭവിച്ചിടുമല്ലോ. ശരിയല്ലേ? നമ്മൾ ചെയ്യുന്ന ദുഷ്പ്രവൃത്തികൾ, അതിന്റെ ശിക്ഷ നമുക്ക് തന്നെ കിട്ടും. ഏതൊരാളും നന്മ ചെയ്താൽ അയാൾക്ക് ഈശ്വരൻ നല്ലത് നൽകും. തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ, ദുഷ്ടതയാണ് ചെയ്യുന്നതെങ്കിൽ അവന് അതിന്റെ ഫലം അധികം വൈകാതെ തന്നെ ലഭിക്കും. ഇവിടെ ദുര്യോധനൻ ഭീമനെ കയറിൽ ബന്ധിച്ച് കയത്തിൽ കൊണ്ടിട്ടു കൊല്ലുന്നതിനായിട്ട്. അതിന്റെ ഒരു തിരിച്ചടി എന്ന നിലയിൽ ഇന്നിതാ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി ചാവാൻ പോയി. അപ്പോൾ ആരെന്തു ചെയ്താലും അതിന്റെ ഫലം അവന് തന്നെ ലഭിക്കുമെന്ന ഒരു സാമാന്യ തത്വത്തിലേക്കാണ് കവി എത്തിച്ചേരുന്നത്. ശരിയല്ലേ? ശൃംഗാരമോടിയും കൂട്ടിക്കൊണ്ടയ്യോ ചെങ്ങാതി വന്നെന്റെ നീരാഴി തന്നിൽ
മുങ്ങാൻ അവകാശം വന്നതും കൊള്ളാം. ശൃംഗാരമോടിയും, ശൃംഗാരമോടി എന്ന് വെച്ചാൽ അണിഞ്ഞൊരുങ്ങിയാണല്ലോ വന്നിരിക്കുന്നത്. വലിയ പട്ടുവസ്ത്രവും ഇപ്പൊ നമ്മൾ പഠിച്ചില്ലേ, ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന സുഗന്ധദ്രവ്യങ്ങൾ, കളഭം, പുഴുക്, അങ്ങനെ എല്ലാം വെച്ചിട്ട് ഭയങ്കര അലങ്കാരമോടിയില് ആണ് വന്നിരിക്കുന്നത്. അങ്ങനെയെല്ലാം വന്ന നീയ് ഈ നീരാഴി തന്നിൽ, ഈ വെള്ളത്തിൽ വന്ന് മുങ്ങാൻ വന്നത് കൊള്ളാം എന്ന് കളിയാക്കുകയാണ്. എങ്ങു നിന്നിപ്പോൾ ഇവിടേക്ക് വന്നു? നിങ്ങളുടെ രാജ്യത്തിൽ വെള്ളം കുടിപ്പാൻ എങ്ങും ഒരിടത്തും ഇല്ലായ്ക കൊണ്ടോ? നീ എവിടെ നിന്നാണ് ഇങ്ങോട്ടിപ്പോൾ വന്നിരിക്കുന്നത്? നിങ്ങളുടെ രാജ്യത്ത് കുടിക്കാനായിട്ട് വെള്ളമൊന്നുമില്ലേ? അതുകൊണ്ടാണോ നീ ഇവിടെ വന്ന് ഈ ജലാശയത്തിലെ വെള്ളം കുടിച്ചത്? വെള്ളത്തിൽ വീഴുമ്പോൾ, മുങ്ങിപ്പൊങ്ങുമ്പോൾ അറിയാതെ വെള്ളം കുടിച്ചു പോകുമല്ലോ. അതാണ് ഭീമൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ രാജ്യത്ത് വെള്ളമില്ലാത്തത് കൊണ്ടാണോ നീ ഇവിടെ വന്ന് വെള്ളം കുടിക്കുന്നത്? അതോ ഞങ്ങളുടെ നാട്ടിലെ തോട്ടിലെ വെള്ളം അങ്ങുള്ള വെള്ളത്തേക്കാൾ ഗുണമെന്നോ? അതോ നിന്റെ നാട്ടിലെ വെള്ളത്തേക്കാൾ ഗുണമാണോ ഞങ്ങളുടെ നാട്ടിലെ ഈ തോട്ടിലെ വെള്ളം എന്ന് കളിയാക്കി ചോദിക്കുന്നു. കളിയാക്കൽ കേൾക്കുക, പരിഹാസം കേൾക്കുക. നമ്മളെ ഒരാൾ അടിക്കുന്ന വേദനയേക്കാൾ നമുക്ക് വേദനയുണ്ടാക്കും, അല്ലേ? ഇതാ ഭീമന്റെ പരിഹാസമാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. ഇത്തമോരോ പരിഹാസം പറഞ്ഞ് ഭീമസേനൻ താൻ ഹസ്തസംഘടനത്തോടെ ഹസിച്ചിങ്ങു രസിക്കുന്നു. ഇങ്ങനെയുള്ള ആ പരിഹാസ വാക്കുകൾ ദുര്യോധനനോട് പറഞ്ഞ് നമ്മുടെ ഭീമൻ കൈ ഇങ്ങനെ തിരുമ്മി അങ്ങനെ ഹസിക്കുകയാണ്. ദേഷ്യവും സന്തോഷവുമെല്ലാം അവിടെ പ്രകടിപ്പിക്കുകയാണ്. നമ്മുടെ ദ്രൗപദി എന്താ ചെയ്തതെന്ന് നോക്കൂ. ഭീമനെ പോലെ കൈകൊട്ടിയൊന്നും ചിരിച്ചില്ല. കുലസ്ത്രീകൾ അങ്ങനെ കൈകൊട്ടിച്ചിരിക്കുകയോ അട്ടഹസിക്കുകയോ ഒന്നും പാടില്ലല്ലോ. അവളുടെ ഉള്ളിലും ഇതെല്ലാം കണ്ടിട്ട് ചിരി വരുന്നുണ്ട്. മാനിനിമാർ മണിയാളാം ദ്രൗപദി. മാനിനിമാർ, സ്ത്രീകളുടെ അതിൽ ശ്രേഷ്ഠയായ ആ ദ്രൗപദി തന്റെ കരം കൊണ്ട് അങ്ങ് ആനനത്തെ മറച്ചാശു മന്ദഹാസം ചെയ്തുമല്ലേ. ഉറക്ക ചിരിച്ചില്ല. തന്റെ കരങ്ങൾ കൊണ്ട് അവൾ പതുക്കെ ആനനം, മുഖമിങ്ങനെ പൊത്തി വച്ചിട്ട് ചിരിക്കുകയാണ്. അവളുടെ ചിരി അവൾ മറ്റാരും കാണാത്ത വിധത്തിൽ മുഖം മറച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതും നമ്മുടെ ദുര്യോധനൻ കാണുന്നുണ്ട്. ഇതാ ദുര്യോധനന്റെ അവസ്ഥയൊന്ന് നോക്കൂ. നാണവും കോപവും പാരം വൈരവും മാനസം തന്നിൽ. ആകെ നാണക്കേടായി. നാണവും കോപവും ദേഷ്യവും വരുന്നുണ്ട്. അതിലധികം പാരം അധികം, അതിലധികം വൈരവും, വൈരം ശത്രുത, ആ ശത്രുതയും മനസ്സിൽ അങ്ങനെ വന്നിട്ട് ക്ഷീണവും ദൈന്യവും പൂണ്ടു നാഗകേതു മഹാരാജൻ. ക്ഷീണമുണ്ട്, കുറെ കഷ്ടപ്പെട്ടില്ലേ വെള്ളത്തിൽ വീണ്. ആകെ ക്ഷീണവും ദൈന്യതയും പൂണ്ട് നാഗകേതു, പാമ്പിനെ കൊടിയുടെ അടയാളമാക്കിയിട്ടുള്ള ആ രാജാവ്. നമുക്ക് ദുര്യോധനനോട് സഹതാപം തോന്നുന്നുണ്ട്, ദുഷ്ടനാണെങ്കിലും. കാരണം എത്ര കഷ്ടപ്പെട്ടു അയാൾ. ആ അവസ്ഥകൾ കണ്ടിട്ട് ഭീമനാണെങ്കിൽ കൈകൊട്ടിച്ചിരിക്കുന്നു. എന്നിട്ട് എന്തെല്ലാമാണ് പരിഹസിച്ച് പറഞ്ഞത്. ദ്രൗപദിയാണെങ്കിൽ തന്റെ ഉള്ളിലെ ചിരി മുഖം കൊണ്ട് മറച്ച് പ്രകടിപ്പിക്കുന്നു. അവർ മാത്രമല്ലല്ലോ, അനുജന്മാരുണ്ട്, അകമ്പടിക്കാരുണ്ട്, പിന്നെ ഇവിടെ ശ്രീകൃഷ്ണനും ബലഭദ്രനും ഉണ്ട്, മറ്റു പാണ്ഡവരുമുണ്ട്. എല്ലാവരും കണ്ടു ദുര്യോധനന്റെ ഈ അവസ്ഥ. അത് കണ്ടിട്ട് നാണവും കോപവും പാരം വൈരവും മാനസം തന്നിൽ മനസ്സിൽ വന്നിട്ട് ആകെ ക്ഷീണിച്ച് ദൈന്യത പൂണ്ട ആ മഹാരാജൻ അങ്ങനെ നിന്നു. അടുത്ത വരി ഒന്ന് ശ്രദ്ധിക്കൂ. പ്രാണനാശത്തിനേക്കാളും സങ്കടം ഈ പരിഹാസം പ്രാണികൾക്ക് സഹിക്കാവൊന്നല്ല. ഹാ മഹാ കഷ്ടം. ശരിയല്ലേ? പ്രാണനാശം, മരണത്തേക്കാൾ സങ്കടമാണ് പരിഹാസം. അതൊരിക്കലും ജീവികൾക്ക് സഹിക്കാൻ സാധിക്കുകയില്ല. ഹാ കഷ്ടം. എത്ര അർത്ഥമുള്ള വരികളാണത്. നമ്മുടെ ജീവിതത്തിലും അത് അർത്ഥവത്താണ്. കാരണം മരണം അതാണ് ഏറ്റവും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സത്യവും ദുഃഖവും ആയിട്ടുള്ള കാര്യം. ആ മരണത്തെക്കാളും കഷ്ടമാണ് മറ്റുള്ളവരുടെ പരിഹാസം ഏൽക്കുക
എന്നാണ് കവി പറയുന്നത്. ശരിയല്ലേ? മരിക്കുക എന്നാൽ നമ്മൾ പിന്നെ ഒന്നും അറിയുന്നില്ല, നമ്മൾ ഇല്ലാതെയാകുന്നു. പക്ഷേ പരിഹാസമാണെങ്കിലോ അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ഉള്ളിൽ അത് തീരാവേദനയായിട്ട് അങ്ങനെ കിടക്കും. അത് നമുക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിക്കുക. അപ്പോൾ ഇവിടെ കവി പറയുന്ന ഈ പ്രാണനാശത്തിനേക്കാളും സങ്കടമാണ് ഈ പരിഹാസം. അത് പ്രാണികൾക്ക് സഹിക്കാൻ സാധിക്കുകയില്ല. കെട്ടി ഞാത്തി ഉടുത്തൊരു പട്ടുമെല്ലാം ഇട്ടുമുക്കി, മുട്ടുകുത്തി മുഖം താഴ്ത്തി തോട്ടിൽ നിന്നും കരകയറി. ഇത്രയും നേരം ആ ജലാശയത്തിന്റെ അരികിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയായിരുന്നു സുയോധനൻ. ഒരുപാട് കഷ്ടപ്പെട്ടല്ലോ വെള്ളത്തിൽ വീണ്. ആ ജലാശയത്തിന്റെ കരയിൽ പിടിച്ചു നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പരിഹാസ വാക്കുകളും എല്ലാം കേൾക്കേണ്ടി വന്നത്. പതുക്കെ അദ്ദേഹം താൻ ധരിച്ചു കൊണ്ടുവന്ന ആ പട്ടുവസ്ത്രമെല്ലാം വെള്ളത്തിൽ മുങ്ങി നനഞ്ഞ് പോയിരുന്നു. ആ പട്ടെല്ലാം ഇട്ടുമുക്കി പതുക്കെ ഒന്ന് പിഴിഞ്ഞിട്ട് മുട്ടുകുത്തി, തൻ്റെ 2 മുട്ടുകളും ആ കരയിലേക്ക് കുത്തിയിട്ട് മുഖം താഴ്ത്തി തോട്ടിൽ നിന്നും കരകയറി. ആ കയറുന്ന ഒരു കാഴ്ചയൊന്ന് കണ്ടു നോക്കൂ. ഒരു വാഗ്മയ ചിത്രം പോലെ തോന്നുന്നില്ലേ? തൻ്റെ നനഞ്ഞു കുതിർന്ന ആ പട്ടുവസ്ത്രങ്ങൾ, ആ വീരാളിപ്പട്ടെല്ലാം പതുക്കിയൊന്ന് പിഴിഞ്ഞ് അതിന്റെ കരയിലേക്ക് മുട്ടുകുത്തി മുഖം ഉയർത്തിയല്ല, മുഖം താഴ്ത്തി. നാണക്കേടാണ്, എല്ലാവരുടെ മുമ്പിലും നാണം കെട്ടല്ലോ. ഹസ്തിനപുരത്തിലെ യുവരാജാവാണ് അദ്ദേഹം. എല്ലാവരുടെ മുമ്പിലും ഞാൻ വലിയ ശ്രേഷ്ഠനാണ് എന്ന് ഭാവിച്ച് നടന്നിരുന്ന ആ വ്യക്തിത്വം, അതാണ് ഇവിടെ ഇല്ലാതെയായത്. അനുജന്മാരുടെ എല്ലാം മുമ്പിൽ താൻ താഴ്ന്നു പോയിരിക്കുന്നു. ആകെ നാണം, വിഷമം, സങ്കടം എല്ലാം വന്നിട്ട് മുഖം താഴ്ത്തി പതുക്കെ ആ തോട്ടിൽ നിന്നും കരയ്ക്കു കയറി. കൂട്ടമോടെ വസിക്കുന്നോരനുജന്മാർ തൻ മുഞ്ഞി കാട്ടുവാനും എളുതല്ല, ലജ്ജ കൊണ്ടും ആദി കൊണ്ടും. അങ്ങനെ കരയ്ക്ക് കയറിയ ആ ദുര്യോധനൻ, അവിടെ തന്റെ 99 സഹോദരന്മാരും അങ്ങനെ നിൽക്കുന്നുണ്ട്. ആ അനുജന്മാരുടെ മുഞ്ഞി എന്ന് പറഞ്ഞാൽ മുഖത്ത് നോക്കുവാനുള്ള ആ ഒരു ലജ്ജ കാരണം, നാണം കാരണം അദ്ദേഹം അവരെ പോലും നോക്കുന്നില്ല. കൂട്ടമോടെ വസിക്കുന്ന അനുജന്മാർക്കു തൻ മുഞ്ഞി കാട്ടുവാനും എളുതല്ല. അവരുടെ മുഖത്ത് പോലും, അനുജന്മാരുടെ മുഖത്ത് പോലും നോക്കുവാനുള്ള ശക്തി ദുര്യോധനനില്ല. അത്രയ്ക്ക് ലജ്ജയും ആധിയുമായി മാറി. ഇപ്രകാരം വിഷാദിച്ചു ധാർത്തരാഷ്ട്രൻ. അങ്ങനെ അദ്ദേഹം വിഷാദിച്ചിട്ട് പെട്ടെന്ന് എന്ത് തീരുമാനത്തിലെത്തുന്നു? ഇനി ഈ കൊട്ടാരത്തിൽ നിൽക്കണ്ട, രാജധാനി ഒന്നും കാണണ്ട. പെട്ടെന്ന് തന്നെ ധാർത്തരാഷ്ട്രൻ, ധൃതരാഷ്ട്രയുടെ പുത്രൻ, തമ്പിമാരും ക്ഷിപ്രമങ്ങ് ഗമിപ്പാനായി ഒരുമ്പെട്ടു പുറപ്പെട്ടു. ഇനി ഇവിടെ നിൽക്കണ്ട, തന്റെ അനുജന്മാരോടൊപ്പം ക്ഷിപ്രം പെട്ടെന്ന് തന്നെ തന്റെ നാട്ടിലേക്ക്, തന്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോകാം എന്ന് തീരുമാനിച്ച് മടക്കയാത്രയ്ക്ക് പുറപ്പെട്ടു. ഇത്രയും ഭാഗമാണ് നമുക്ക് പഠിക്കാനായിട്ട് നൽകിയിട്ടുള്ളത്. കുഞ്ചൻ നമ്പ്യാരുടെ വർണ്ണനാ പാടവം ഏറ്റവും വ്യക്തമായിട്ട് സഭാപ്രവേശത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു ഭാഗം തന്നെയാണിത്. ഇവിടെ ദുര്യോധനാദികൾക്ക് വരുന്ന ആ അമളിയാണ് കവി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കവിതയുടെ ആശയം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ക്ലാസ് കാണണം. കണ്ടിട്ട് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റുകൾ ഇടണം. ക്ലാസ്സിനെ കുറിച്ചുള്ള ഏതൊരു അഭിപ്രായവും നിങ്ങൾ കമൻറ്റുകളായിട്ട് നൽകാവുന്നതാണ്. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഈ പാഠവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ടെസ്റ്റിൽ നൽകാത്ത ചോദ്യ ഉത്തരങ്ങളുമായിട്ട് എത്താം. അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.